നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. തണ്ണീർ കൊമ്പൻ കണ്ണീരോർമ്മയായി മാറി. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ വിധി എഴുതിയിട്ടുണ്ട്. ശ്വാസകോശത്തിൽ അണുബാധ, ശരീരത്തിൽ മുഴ, തുടയിലും ലിംഗത്തിലും മുറിവുകൾ, അങ്ങനെ 1/2 ഡസൻ മറ്റ് കാരണങ്ങളും നിരത്തുന്നു. ഇന്നലെ വനം വകുപ്പ് അധികൃതർ തന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് കൊമ്പൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന്. ആരെ വിശ്വസിക്കണം, ആരെ അവിശ്വസിക്കണം? നാട്ടിലിറങ്ങിയ ആന നാശനഷ്ടങ്ങളൊന്നും വരുത്തിയിരുന്നില്ല. എന്നിട്ടും മരണത്തിന് നാം അവനെ വിട്ടുകൊടുക്കുകയായിരുന്നു. ഒരർത്ഥത്തിൽ കൊന്നതല്ലേ കൊമ്പനെ? നമുക്ക് പരിശോധിക്കാം. ഡോക്ടർ EK ഈശ്വരൻ, വന്യജീവി സംരക്ഷകൻ, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, LDF നേതാവ് അഡ്വക്കേറ്റ് രമേശ് മേനോൻ, സെക്രട്ടറി പ്രൊട്ടക്ടേഴ്സ് ഓഫ് എൻവയൺമെൻറ്റ് ആൻഡ് ആനിമൽ ലൈഫ് PEEL, അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട്, വൈസ് പ്രസിഡന്റ് എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ, PEELിലെ അംഗമായ രാജേഷ് വടക്കന്തറ, വാക്കിംഗ് ഐ ഫൗണ്ടേഷൻ ഫോർ ആനിമൽ അഡ്വക്കസി പ്രതിനിധി വിവേക് വിശ്വനാഥ് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെ, ഞാൻ ഈ സംവാദം ഡോക്ടർ ഈശ്വരനിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഡോക്ടർ ഈശ്വരൻ, തണ്ണീർ കൊമ്പനെ നമ്മുടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഡോക്ടർമാരും കൈകാര്യം ചെയ്ത രീതി തെറ്റായിപ്പോയി എന്നേ ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളൂ. TV-യിൽ കഴിഞ്ഞ ദിവസം ആ കാഴ്ചകൾ കണ്ടതിൽ നിന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. മയക്കുവെടി വെക്കുന്നതിലെ പ്രോട്ടോക്കോൾ പാലിച്ചോ എന്ന സംശയം ബാക്കിയാണ്. ഇതൊക്കെ താങ്ങാനുള്ള ശേഷി ആ മിണ്ടാപ്രാണിക്ക് ഉണ്ടായിരുന്നോ? ശരീരത്തിൽ ജലാംശം ഒട്ടുമുണ്ടായിരുന്നില്ലെന്ന് പറയുന്നു. ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് അതിർത്തി കടത്തി വിടണം. ആ ഒരു ശുഷ്കാന്തി കാട്ടി ഇന്നലെ ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ പൂർണ്ണ ആരോഗ്യവാനായിരുന്ന ആന ഇന്നെങ്ങനെ രോഗിയായി മാറി? ഡോക്ടർ ഈശ്വരൻ. ഡോക്ടർ ഈശ്വരൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം പ്ലീസ്. നമസ്കാരം. നമസ്കാരം. തീർച്ചയായിട്ടും ആനയുടെ മരണം വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയാണ്. പല പാളിച്ചകളും അതോടൊപ്പം പല വിജയവും ആ പ്രവർത്തനത്തിൽ നമുക്ക് കാണാനും കഴിയും. പെട്ടെന്ന് മാനന്തവാടി പോലുള്ള ഒരു സ്ഥലത്ത് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അപകടമുണ്ടാകാതെ അതിനെ അവിടുന്ന് പിടിച്ചു മാറ്റുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അവിടെ ആനിമലിന്റെ സേഫ്റ്റിയും ആളുകളുടെ സേഫ്റ്റിയും തമ്മിലൊരു താരതമ്യം വരുമ്പോൾ ചില പ്രവർത്തികളൊരല്പം വേഗത കൂടി പോകുന്നത് സ്വാഭാവികമാണ് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. തീർച്ചയായിട്ടും അതിനെ മയക്കുവെടി വെച്ച് പിടിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്തത് അത്ര ശരിയായ ഒരു നടപടിയാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. മയക്കുവെടി വെച്ചതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിന് 2 ആസ്പെക്ട് ഉള്ളത്. ഒന്ന്, അതിന്റെ മരുന്ന് തീരുമാനിക്കുകയും അത്തരം കാര്യങ്ങളാണ്. 2, ആ തോക്ക് ഉപയോഗിച്ച് ആ സിറിഞ്ച് പറത്തി വിടുക. അത് ശരിക്കും അങ്ങനെയാണ്. അത് ഒരു വെടിയുണ്ട അല്ല, മിക്കവർക്കും അറിയാമായിരിക്കും. ഒരു നീളത്തിലുള്ള ഒരു സിറിഞ്ചിനെ നമ്മൾ പറത്തി വിടുന്നതാണ്. അപ്പൊ അത് ചെയ്യുന്നത് പലപ്പോഴും വെറ്റിനറി ഡോക്ടർമാരല്ല. ഒരുപക്ഷെ കേരളത്തിൽ മാത്രമായിരിക്കും അത് വെറ്റിനറി ഡോക്ടർമാർ ചെയ്യുന്നത്. മറ്റു സ്ഥലങ്ങളിലൊന്നും അവരല്ല ചെയ്യുന്നത്. കാരണം അതൊരു തോക്ക് ഉപയോഗിച്ച് അത് പറത്തി വിടുക എന്നുള്ള മൃഗത്തിന്റെ പുറത്തേക്ക് അതിനെ പറത്തിവിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുക എന്നുള്ളൊരു നടപടിയാണ്. ഇത് രണ്ടായിട്ട് കാണുന്നു. അപ്പൊ ഡോക്ടർമാരവിടെ മുത്തങ്ങ ക്യാമ്പിലെ ഡോക്ടറാണ് പങ്കെടുത്തതെന്നാണ്, വെറ്റിനറി ഡോക്ടറാണ് പങ്കെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം കുറച്ച് പരിചയമുള്ള ആൾ തന്നെയാണ്. കുറച്ച് വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർ അൻസപ്പുരയുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ഈ പകല് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞൊരു മൃഗത്തിനെ തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ആന പോലെയല്ല, വളരെ സ്ട്രെസ്ഡ് ആയിട്ട് ഭക്ഷണമോ വെള്ളമോ കഴിക്കാതെ നടന്നൊരു മൃഗത്തിനെ നമ്മൾ മയക്കുവെടി വെച്ച് പിടിക്കുമ്പോൾ തുടർന്ന് നൽകേണ്ട പരിചരണത്തിൽ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതൊരു പക്ഷേ ആ പ്രദേശത്ത് ഈ ആനയെ നിർത്തി പരിചരിക്കുന്നതിനുള്ള ഒരു സൗകര്യക്കുറവിന്റെ ഒരു ഭാഗം കൂടി ആയിരിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുക. അതിനൊരു വലിയ മുറിവ് അതിന്റെ ഇടതുവശത്തുണ്ടായിരുന്നു. കാഴ്ചയ്ക്ക് അത്ര വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോ TV-യിൽ കാണുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ആനയ്ക്ക് ക്ഷയരോഗം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പകൽ മുഴുവനുള്ള
സ്ട്രെസ്സോട് കൂടിയുള്ള ഓട്ടവും നടപ്പും അതോടൊപ്പം മയക്കുവെടി അല്ലെങ്കിൽ ആ മരുന്നിന്റെ ഒരു എഫക്റ്റും ഒക്കെ കൂടെ ചേരുമ്പോൾ അതിന്റെ ആരോഗ്യത്തില് പ്രത്യേകിച്ച് ഈ പറയുന്ന ശ്വാസം വലിക്കുന്ന കാര്യത്തിലും ഒക്കെ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതിന് സംശയമില്ല. ഈ ടി ബി ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മുൻകൂട്ടി നാട്ടാനുകളിൽ പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു അസുഖമാണ്. അപ്പൊ അത് നമ്മൾ പരിഗണിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ മൊത്തത്തിൽ എന്താ പറയുക, പിടിക്കുന്നവരെയുള്ള ഒരു പ്രവൃത്തി നമുക്ക് ന്യായീകരിക്കാമെങ്കിലും അതിനെ തുടർന്നുള്ള പെട്ടെന്നുള്ള ഒരു മാറ്റം അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയത് പക്ഷെ കുറച്ചുകൂടി ഒബ്സർവ് ചെയ്ത് അതിന്റെ ക്ഷീണമൊക്കെ മാറ്റി കുറച്ച് ചികിത്സയൊക്കെ നൽകി അതിനെ മാറ്റിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് കുറച്ചു കാലം കൂടി, പക്ഷെ ടി ബി ആണെങ്കിൽ ഈ പറയുന്ന പോലെ അധികാലം ജീവിക്കില്ല എങ്കിലും കുറച്ചു കാലം കൂടി അത് ജീവിച്ചിരുന്നതിനെ എന്നാണ് അനുമാനിക്കേണ്ടത്. പിന്നെ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഉദ്യോഗസ്ഥർ എപ്പോഴും ഈ നാട്ടുകാരുടെയും ഭരണകൂടത്തിന്റെയും ഒക്കെ ഒരു വലിയ പ്രഷറിലാണ് നിൽക്കുന്നത്. പലപ്പോഴും നമുക്ക് ശരി എന്ന് 100% ശരിയാണെന്ന് ബോധ്യം വരാതെ പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ഈ വന്യജീവികൾ പുറത്തിറങ്ങുമ്പോൾ വെറ്ററിനറി ഡോക്ടർമാർ ഏറ്റവും അധികം സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ്. കാരണം മിക്കപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ചുരുങ്ങിയത് 2 ഡോക്ടർമാരെങ്കിലും വേണം, അത് വനം വകുപ്പ് വേണം അതിന് വേണ്ട നടപടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ വളരെ ടെൻസ്ഡായിട്ട് നിൽക്കുന്ന ഒരു ആൾക്കാരായിരിക്കും. അവര് തീർച്ചയായിട്ടും അവരുടെ പരമാവധി ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നമ്മൾ അവരെ അങ്ങനെ കാർഡിച്ച് കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. കാരണം അത് അവരുടെ മനോവീര്യം തീർക്കുകയും തുടർന്നുള്ള ഇനിയും ഇത്തരം കാടിറങ്ങലുകൾ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ അവർ ഇടപെടുന്നതിനെ പിന്തിരിപ്പിക്കാൻ പാടില്ല. അതൊരു അഭ്യർത്ഥനയാണ്. കാരണം അതിൽ ആ ഓപ്പറേഷനിൽ ശരിക്കും പങ്കെടുത്ത ആൾക്കാരൊക്കെ തന്നെ വളരെ ആത്മാർത്ഥതയോട് ചെയ്തു. പിന്നെ പുറകിൽ നിന്ന് നിയന്ത്രിച്ചവര് എന്തുമാത്രം അതില് ആത്മാർത്ഥതയല്ല ഇൻവോൾവ് ആയി അല്ലെങ്കിൽ പങ്കെടുത്തുകൊണ്ട് അത് ചെയ്തു എന്നുള്ള കാര്യം ഒരു പക്ഷേ നമുക്ക് ചർച്ച ചെയ്യാം. യെസ്, അഡ്വക്കേറ്റ് രമേശ് മേനോൻ, ഇപ്പോൾ വെറ്റിനറി ഡോക്ടർ പറഞ്ഞത് അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അതാണ് നമ്മുടെ മുന്നിൽ ഉള്ളൂ. ഹൃദയാഘാതം ആണ് മരണകാരണം എന്ന് പറയുന്നു. മാത്രമല്ല ഈ ടി ബി അസുഖം അത് ഉണ്ടായിരുന്നു. മാത്രമല്ല ആനയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരുപക്ഷെ മരണത്തിലേക്ക് നയിച്ചിരിക്കാം. ഈ മയക്ക് വെടി അത് 2 ഡോസാണ് കൊടുത്തത്. ഇനി ആ വെടിവെക്കുന്നതിലുള്ള അപാകതകൾ വല്ലതുമാണോ ഈ മരണത്തിലേക്ക് നയിച്ചത്? അല്ലെ നിലവിൽ തന്നെ പിന്നെ രോഗമുള്ള ആന അത് ഇതുകൂടി ലഭിച്ചപ്പോൾ, ഈ മയക്കുവെടി കൂടി ലഭിച്ചപ്പോൾ അതിൻ്റെ അസുഖം മൂർച്ഛിച്ചു. മാത്രമല്ല ശരീരത്തിൽ ജലാംശം ഒട്ടും ഇല്ലായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആന ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വരെ എത്തി. അപ്പോൾ ആന അപകടകാരിയല്ല എന്നുള്ളൊരു വിവരം കർണാടക വനം വകുപ്പിന് ഉണ്ട്. പക്ഷേ ഈ കേരളത്തിലെയും അതുപോലെ കർണാടകത്തിലെയും വനം വകുപ്പുകൾ തമ്മിൽ ആശയവിനിമയം വേണ്ട രീതിയിൽ നടന്നില്ല എന്നതുൾപ്പെടെയുള്ള കാരണങ്ങൾ ഈ തണ്ണീർക്കൊമ്പൻ്റെ മരണത്തിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ പറ്റുമോ? അഡ്വക്കേറ്റ് രമേശ് മേനോൻ, താങ്കൾ കേട്ടില്ലേ? യെസ്, അദ്ദേഹം കേട്ടില്ല. അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട്, എന്തായിരിക്കാം യഥാർത്ഥത്തിൽ സംഭവിച്ചത്? താങ്കൾ ഒരു ആന സ്നേഹിയാണ്. അതുമാത്രമല്ല എലിഫൻ്റ് ഓണേഴ്സ് ഫെഡറേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. ദൃശ്യങ്ങൾ കണ്ടു കാണും ടെലിവിഷനിൽ. എന്തായിരിക്കും സംഭവിച്ചത്? താങ്കളുടെ അനുമാനം, താങ്കളുടെ നിഗമനം എന്താണ്? ബഹുമാനപ്പെട്ട ഡോക്ടർ പറഞ്ഞതുപോലെ തികച്ചും നിർഭാഗ്യകരമായി പോയി. കാരണം ഒരു ഗജസമ്പത്ത് കൂടി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് കാട്ടാനയാണെങ്കിലും നാട്ടാനയാണ് എങ്കിലും. കാരണം ആന എന്ന ആ ഒരു വലിയ ജീവിയെ നമുക്ക് നഷ്ടമാകുമ്പോൾ അത് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഗജസമ്പത്തിലാണ് കുറവ് വരുന്നത്. ഇതിൻ്റെ കാരണം എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് വെറ്റിനറി ഡോക്ടറും ഇതിനെ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ച വെറ്റിനറി ഡോക്ടർ ടീമും ഒപ്പം വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമാണ്. എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ഈശ്വരൻ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിൽ നാട്ടാനകളുടെ സംരക്ഷണ മേഖലയിൽ സജീവമായ സാന്നിധ്യം ഉണ്ടായിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട ഈശ്വരൻ ഡോക്ടർ. ആ ഒരു അറിവ് വച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്
നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണെങ്കിൽ മയക്കുവെടിയുടെ കാഠിന്യമോ അല്ലെങ്കിൽ മയക്കുവെടിയുടെ ഡോസ് കൂടുതൽ കൊണ്ടോ ആയിരിക്കാൻ വഴിയില്ല ആ മരണത്തിലേക്ക് വഴിതെളിച്ചത്. അതിനുണ്ടായിരുന്ന രോഗം TB ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുമാനത്തിൽ നിന്ന് പറഞ്ഞത്. നമുക്ക് ലഭിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും അതുതന്നെയാണ്. ഇതെല്ലാം കൊണ്ടെത്തിക്കുന്നത് കാട്ടാനകളിലാണെങ്കിലും നാട്ടാനകളിലാണെങ്കിലും ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള രോഗങ്ങളെ അല്ലെങ്കിൽ അതിനുണ്ടാവുന്ന രോഗ അവസ്ഥകളെ കൃത്യമായി മനസ്സിലാക്കുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും അതിനെ പ്രതിവിധി കണ്ടെത്തുവാനും ആരും തയ്യാറാകുന്നില്ല എന്നതാണ്. ഒരു നാട്ടാന ചെരിഞ്ഞാൽ അതിന് നാട്ടാനയുടെ ഉടമസ്ഥനെയും അതിൻ്റെ പാപ്പാനെയും അതിന് ചുറ്റും നിൽക്കുന്ന അതിനോട് സ്നേഹിച്ചു നിൽക്കുന്നവരെയും എങ്ങനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ കഴിയും, അല്ലെങ്കിൽ അവരെ എങ്ങനെ ക്രൂശിക്കുവാൻ കഴിയും എന്നതാണ് ഇന്നത്തെ ഒരു വിഭാഗം ആന പ്രേമികൾ അല്ലെങ്കിൽ ആന മേഖലയിൽ നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ തയ്യാറാകുന്നു. അതിന് കൂട്ടുനിൽക്കുന്ന ചില സോഷ്യൽ മീഡിയകളിലെ ആൾക്കാരുമുണ്ട്. മറിച്ച് ആ ആനകൾക്ക് ഉണ്ടാവുന്ന രോഗാവസ്ഥയെക്കുറിച്ച്, അത് നേരിടുന്ന രോഗപ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തുവാനും അതിന് വേണ്ട പ്രതിവിധികൾ നെയ്യുവാനും ഇന്ന് കേരളത്തിലെ യാതൊരു തരത്തിലുമുള്ള സംവിധാനങ്ങളില്ല. മനുഷ്യരെ ചികിത്സിക്കുന്നതിന് കേരളത്തിൽ ആയിരക്കണക്കിന് ആശുപത്രികളുണ്ട്. ഒരുപക്ഷെ എയിംസ് മാത്രമാണ് കേരളത്തിലില്ലാത്തത്. പക്ഷേ എയിംസിനെ വെല്ലുന്ന തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ കേരളത്തിലുണ്ട്. പക്ഷേ ആനയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവികളുടെ കൃത്യമായ ചികിത്സയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു മൃഗാശുപത്രി ഇന്ന് കേരളത്തിൽ ഒരിടത്തുമില്ല. അത് ആനകളായിക്കോട്ടെ, മറ്റ് നമ്മളുടെ വളർത്തു മൃഗങ്ങളായിക്കോട്ടെ, ഇതിനെ ഒന്നും ചികിത്സിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ, ചികിത്സാ സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലുകൾ കേരളത്തിലില്ല. അപ്പോഴാണ് നമുക്ക് പഴയകാല ആയുർവേദവും പഴയ കാലത്തിലുണ്ടായിരുന്ന ചികിത്സാവിധികളും നാട് ഒറ്റമൂലികളും ഒക്കെ എന്ത് ചെയ്യുന്നത്, ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നൂതനമായ വൈദ്യശാസ്ത്രത്തിൻ്റെ സംവിധാനങ്ങൾ, ഇപ്പോൾ സ്കാനിങ് പോലുള്ള, എക്സ്റേ മെഷീൻ പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്. അത്തരം സംവിധാനങ്ങൾ കേരളത്തിൽ ഏർപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ആ ചികിത്സാ സംവിധാനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനോ സാധിച്ചിട്ടില്ല എന്നത് ഒരു വലിയ കുറവ് തന്നെയാണ്. ആ കുറവ് നമുക്ക് കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റില്ല. ഇത് തന്നെയാണ് വന്യജീവികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ അരിക്കൊമ്പൻ വിഷയത്തിൽ ഈ വിഷയം നമ്മൾ വളരെ വിപുലമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. അരിക്കൊമ്പൻ എന്ന ആരോഗ്യ ദൃഢഗാത്രനായ ആനയായിരുന്നത് കൊണ്ടാണ് അത്രമാത്രം വെടി ഏൽക്കുവാനും മയക്ക് വെടി ഏൽക്കുവാനും അതിനെ അത്തരത്തിൽ കൊണ്ടുപോയി മറ്റൊരു സംസ്ഥാനത്തിലേക്ക് കയറ്റി അയക്കുവാൻ എന്ന തരത്തിലേക്ക് എത്തിച്ചപ്പോഴും അത് ഇപ്പോഴും ജീവനോടെ നിലനിൽക്കുന്നത് അതിൻ്റെ ആരോഗ്യം കൊണ്ട് മാത്രമാണ്. ഒരുപക്ഷെ ഈ ഇന്നലെ ചെരിഞ്ഞ ആ സഖ്യപുത്രന് അതിനുള്ളൊരു ശേഷി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത് മറ്റ് രോഗങ്ങളാൽ അലട്ടപ്പെട്ടിരുന്നു എന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ സംവിധാനത്തിന് കഴിയുന്നില്ല എങ്കിൽ അത് ഞാനും നമ്മളടങ്ങുന്ന ഈ സമൂഹം എല്ലാം മാപ്പർഹിക്കാത്ത തെറ്റാണ് ചെയ്തിരിക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. യെസ്, അഡ്വക്കേറ്റ് രമേശ് മേനോൻ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അത് പിന്നെ ഈ വീഴ്ചകൾ മറച്ചു വെക്കാനുള്ള ഒരു ശ്രമമാണോ? അങ്ങനെ നോക്കിക്കാണാൻ പറ്റുമോ? അതിൽ നമുക്ക് ആദ്യമായിട്ട് പറയേണ്ടത്, ഈ നമ്മുടെ കേരള വനം വകുപ്പ് ഈ തണ്ണീർക്കൊമ്പൻ എന്ന് പറഞ്ഞ ആനയെ ഇന്നലെ പിടിക്കുമ്പോൾ തന്നെ അതിൽ എല്ലാ പ്രൊസീജിയറിലും വയലേഷൻ വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്ന ആ പ്രൊസീജിയറെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നലെ ആനയെ ക്യാപ്ചർ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് പറയാതെ വയ്യ. അത് നഗ്നമായൊരു സത്യമാണ്. കാരണം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആഫ്റ്റർ ഡാർക്ക് രാത്രിയാണ് ഇത് നമ്മൾ മയക്കുവെടി വെച്ചിട്ടുള്ളത്, കേരള ഫോറസ്റ്റ് വാച്ച് ചെയ്തിട്ടുള്ളത്. അത് ഒരു പരിധി വരെ ഇന്നലത്തെ സാഹചര്യത്തിൽ ഞാൻ പറയുന്നത്, ജനങ്ങളുടെ ജീവനോ സ്വത്തിനോ സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. തീർച്ചയായിട്ടും അത് നിർവഹിക്കപ്പെടും വേണം. പക്ഷേ അതേസമയം നമ്മൾ ഒരു ആന എന്ന് പറയുന്ന ഒരു മൃഗമാകുമ്പോൾ, പ്രത്യേകിച്ച് നമുക്കൊരു ആനേനെ ജീവനെ എത്രത്തോളം രക്ഷിക്കാൻ പറ്റും, അതിൻ്റെ അറ്റം വരെ പോയതിന് ശേഷം നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രൊസീജിയറിലേക്ക് കടക്കാൻ പാടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു കാര്യത്തിൽ ഇന്നലെ തന്നെ ഇപ്പം നമ്മൾ അരിക്കൊമ്പൻ്റെ കേസ് കണ്ടതാണ്. അരിക്കൊമ്പൻ കമ്പൻ ടൗണിൽ ഇറങ്ങുന്നു, അവിടെ ഭീതി സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അരിക്കൊമ്പൻ ഒരു ഓട്ടോറിക്ഷ മറിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ അരിക്കൊമ്പനെ കണ്ട് പേടിച്ച് വീണ് അദ്ദേഹത്തിന് പിന്നീട് അന്ത്യം സംഭവിച്ചു ഹോസ്പിറ്റലിൽ വെച്ച്. അപ്പോൾ ആളുകളെല്ലാം പരിഭ്രാന്തരായിരുന്നു. പക്ഷേ ഇന്നലെ ഇവിടെ മാനന്തവാടിയിൽ ഞാൻ ആ വീഡിയോകളെല്ലാം നിലവിട്ട് കണ്ടതാണ്. ഒരു വീഡിയോയിൽ പോലും ഈ ആന ഒരു
പരിധിക്കപ്പുറം വയലൻ്റായിട്ടോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, അത്യാവശ്യമായിട്ടുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു, പ്രിവീൽ ചെയ്തിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അത്. കാരണം ഇപ്പോൾ അരിക്കൊമ്പൻ അന്ന് ഇറങ്ങിയ സമയത്ത് ഈ ഇത്രയും പരിഭ്രാന്തി വരുത്തിയ ആനയെ തമിഴ്നാട് വനംവകുപ്പ് എന്താ ചെയ്തത്? അവർ ആനയെ തിരിച്ച് കാട്ടിലേക്ക് അയക്കാനുള്ള നടപടികളാണ് ആദ്യം സ്വീകരിച്ചത്. അതിനുശേഷം 2-3 ദിവസത്തിന് ശേഷം പിന്നീടാണ് അവർ മയക്കുവെടി വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അരിക്കൊമ്പൻ്റെ ഒന്നാമത്തെ കാര്യം അരിക്കൊമ്പൻ്റെ ആരോഗ്യം, രണ്ടാമത്തെ കാര്യം ഇതിലും ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് അരിക്കൊമ്പന്. ഒരു മാസത്തെ ഗ്യാപ്പോളം കിട്ടിയിട്ടുണ്ട്. ഏപ്രിൽ 29 നമ്മുടെ കേരള വനംവകുപ്പ് പിടിക്കുന്നു മയക്കുവെടി വെച്ചിട്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജൂൺ 5 മറ്റാണ് തമിഴ്നാട് വനംവകുപ്പ് മയക്കുവെടി വയ്ക്കുന്നത്. അപ്പോൾ ഈ കാലയളവ് പോലും തണ്ണീർക്കൊമ്പന് കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായൊരവസ്ഥയാണ്. ഇത്രയും ഷോർട്ട് ഡ്യൂറേഷനിലാണ് ഈ മയക്കുവെടി വയ്ക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ മയക്കുവെടി വെക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു പക്ഷേ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ ചെയ്യേണ്ടി വരാം. പക്ഷേ ഇത് ചെയ്തിട്ടുള്ളത് ഈ രാത്രി തന്നെ, ഇന്നലെ തന്നെ, അത് അത്ര അത്യാവശ്യമായൊരു ഘട്ടമായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. നമുക്കൊരു ആനയാവട്ടെ, ഇപ്പോൾ കരടി ഇതിനു മുന്നേ അന്ന് കിണറ്റിൽ വീണ് മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. കടുവയല്ല, ലെപ്പടാന്ന് തോന്നുന്നു, ലെപ്പട് മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം ഒരു പരിധിവരെ ഇതിൽ വെറ്റിനറി സർജൻസും സ്പെഷ്യലിസ്റ്റായ ഡോക്ടർമാരുമാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവരവരുടെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ഈ പ്രൊസീജിയർ പ്രകാരം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വലിയ കാഷ്വാലിറ്റി ഈ മൃഗങ്ങളുടെ കാര്യത്തിൽ വരില്ല. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം. പിന്നെ കമ്പത്ത് അരിക്കൊമ്പൻ ഇറങ്ങിയ സമയത്ത് അവിടെ ഒരു ഡ്രോൺ ഒരാൾ പറത്തുണ്ടായി. ഡ്രോൺ പറത്തിയ ഉടനെ ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാൾക്കാരെ നടപടി സ്വീകരിച്ചു. പക്ഷേ ഇന്നലെ നമ്മളെ മാനന്തവാടി കണ്ടത് എന്താണ്? അവിടെ 144 പ്രഖ്യാപിക്കുന്നു, പക്ഷേ ജനങ്ങളെല്ലാം കൂട്ടം കൂടി നിൽക്കുന്നു. ആനയെ പിടിക്കുന്ന സ്ഥലത്ത് ജനങ്ങളുണ്ട്, ജനങ്ങളുടെ അട്ടഹാസം കേൾക്കുന്നു. ഇതെല്ലാം ഇപ്പോൾ റിപ്പോർട്ട് പ്രകാരം തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ആന ഒരു ഷോക്ക് സിറ്റുവേഷനിലായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കാനുള്ളൊരു സാഹചര്യവും നമ്മുടെ അധികാരപ്പെട്ട സ്ഥാനങ്ങൾക്ക് വന്ന വീഴ്ച തന്നെയാണ്. അത് പറയാതെ വയ്യ. പിന്നെ അതിനുപരി ഇപ്പോൾ ഈ ആന 2 ദിവസം മുന്നേ ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്ന ആനയാണ്. ഇത്രയും ദൂരം സഞ്ചരിച്ചതിന് ശേഷം ഈ ആന ഇവിടെ പുഴയും നീന്തി കടന്നാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആനയ്ക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്ന ഒരു ആനയാണെങ്കിൽ ഒരുപക്ഷെ ഇത്രയും ദൂരം നടന്ന് ഇപ്പോൾ ഇന്നലെ ഉച്ച അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം വരെ പല വാഴത്തോട്ടത്തിലും കയറുന്നു. ഇതിലെല്ലാം ആന ഒരു ക്ഷീണിതനായിട്ട് കാണുന്നില്ല അതുവരെയൊക്കെ. അപ്പോൾ ഒരുപക്ഷെ ഇന്നലെ തന്നെ ക്ഷീണിതനായിരുന്നു, ഇന്നലെ തന്നെ ആന വളരെ ടയർഡായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ആന ഓൾറെഡി അങ്ങനെ ആണെന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു പരിധിവരെ ഇതിലൊക്കെ ചില എന്താ പറയുക, നമുക്ക് നമ്മുടെ ഒരു കോൺഷ്യൻസ് നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് വ്യക്തമായിട്ടും ക്ലിയറായിട്ടും ഉള്ള ഒരു പ്രോസസ്സാണോ അതിലൊക്കെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടക്കുന്നതെന്ന് നമുക്ക് സംശയിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. അതാണ് ഇതിൽ മെയിനായിട്ടുള്ള കാര്യം. പിന്നീട് ഈ ജനങ്ങളെ ഇത്രയും ഒരു വൈൽഡ് ലൈഫ് അനിമലിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ ഒരു 144 പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്രയും ജനങ്ങൾ അവിടെ കൂടി നിൽക്കുന്നു. ഇത് ജനങ്ങൾക്കൊരു കാഷ്വാലിറ്റി സംഭവിക്കുക, എത്ര അപകടകരമായ ദൗത്യമാണ് ഇതെല്ലാം. ഈ സമയത്ത് ജനങ്ങൾക്കുള്ള പ്രശ്നം ഇതൊന്നും അവിടെ വിലയിരുത്തപ്പെടുന്നില്ല. ജനങ്ങളുടെ ശബ്ദം, ഇതിൻ്റെ ഇടയിൽ ഈ ഒരു വൈൽഡ് ലൈഫ് അനിമലിന് ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ്, ഇതെല്ലാം നഗരമായിട്ട് ലംഘിക്കപ്പെട്ടു എന്ന് പറയാതെ കഴിയില്ല. ഇതൊരു വിഷയം. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വൈൽഡ് അനിമലാകുമ്പോൾ ഒരിക്കലും അത് ജനങ്ങളും വൈൽഡ് അനിമൽ ആൻഡ് പിന്നെ പീപ്പിൾ കോൺഫ്ലിക്റ്റ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വന അതിർത്തിയിലുള്ള പ്രദേശങ്ങളിൽ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞ പോലെ കഴിയുന്നത്ര ഇതിനെ ലഘൂകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് വനംവകുപ്പ് ശ്രദ്ധിക്കേണ്ടത്. വനംവകുപ്പിന് പിന്നെ കർണാടക, തമിഴ്നാട് വനംവകുപ്പ് സ്വീകരിക്കുന്ന കുറേ നടപടികളുണ്ട്. ഇപ്പോൾ ഈ ആനകൾക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ്, അതായത് മരങ്ങൾ, മുള, ഇങ്ങനത്തെ എല്ലാം വെച്ച് പിടിപ്പിക്കുന്ന നടപടികൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ അതുമൂലം ഈ ബാരിയേഴ്സ് കഴിയുന്നത്ര, ഇതെല്ലാം പ്രാക്ടിക്കലല്ല, ഞാൻ പറയുന്നത് എല്ലാം പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റില്ല. കഴിയുന്നത്ര നമുക്കത് കുറച്ച് കൊണ്ടുവരാനുള്ള ഒരു സിറ്റുവേഷനെങ്കിലും അതോടുകൂടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതെല്ലാം ഇല്ല, ഇതിപ്പോൾ കൂടി വരികയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇനിയും ആനകൾ ഇറങ്ങും, ഇനിയും കടുവകൾ ഇറങ്ങും. അപ്പം നമുക്കെല്ലാം ഇവരെല്ലാം നശിപ്പിച്ചതിന് ശേഷം നമ്മൾ മനുഷ്യന്മാർ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഞങ്ങളെപ്പോലുള്ള പിന്നെ മൃഗപ്രേമികൾ മാത്രമല്ല, ആർക്കും അത് പറയാൻ പറ്റില്ല. കാരണം അത് ശരിയല്ല, നമ്മുടെ ഒരു എന്താ പറയുക, എക്കോളജിക്കൽ ബാലൻസേ തെറ്റിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാം മാക്സിമം പ്രൊട്ടക്ട് ചെയ്തിട്ട്, ഇപ്പം നമ്മൾ ആർട്ടിക്കിൾ 51A പ്രകാരം നമ്മൾ ഈ മൃഗങ്ങളെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ.
അത് നമ്മൾ ചെയ്തേ തീരുള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാം നഗ്നമായ ലംഘനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതൊരിക്കലും ഒരു മനുഷ്യാവകാശം, മൃഗത്തിൻ്റെ അവകാശത്തിൻ്റെ ഒരു ഇഷ്യൂ അല്ല. പക്ഷെ അതിനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ കട്ടയിൽ ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതാണ്, കുറച്ച് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ വളരെ ഗുരുതരമായ വീഴ്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഇതാണ് വേറെ. പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ പറയുന്നത്, ഇപ്പം ഈ കുങ്കിയാനകളെ വെച്ചിട്ട് കയറ്റിയ നടപടി, അത് ഇപ്പോൾ പല ആനകളിലും പറയുന്നുണ്ട് മസ്തകം വെച്ചിട്ട് കുത്തിയാണ് കയറ്റേണ്ടതെന്ന്. ഇത് ഇന്നലെ അവിടെ കണ്ടതൊന്നും അതല്ല. കൊമ്പ് കൊണ്ട് കുത്തി വളരെ റഫായിട്ടുള്ള രീതിയിലാണ് ആനയെ തള്ളി കയറ്റുന്നത്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾക്ക് ഇത് എങ്ങനെ ഇനിയൊരു സിറ്റുവേഷൻ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത് എങ്ങനെ നല്ല രീതിയിൽ ഒരു ആനയ്ക്ക് ഒരു കാഷ്വാലിറ്റി ഉണ്ടാവാത്ത രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. തീർച്ചയായും അതൊന്നും ഇവിടെ നടക്കപ്പെടുന്നില്ല. അതാണ് ഏറ്റവും ഇവിടെ നമ്മൾ ഈ മാറ്റേണ്ട കുറേ സംഗതികൾ. ഇത് തീർച്ചയായിട്ടും ഒരു വീഴ്ചയായിട്ട് തന്നെ പറയേണ്ടി വരും. ഓക്കെ, നമ്മുടെ മുന്നിൽ അനുഭവങ്ങളുണ്ട്, പക്ഷേ ആ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നില്ല. അടുത്തായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പഠിക്കുന്നില്ല, അതാണ് സത്യം. അതാണ് വിവേക, അരിക്കൊമ്പന് വേണ്ടി നിയമപരമായി പോരാടിയ ഒരു വ്യക്തിയാണ് താങ്കൾ. ഇപ്പോഴിതാ നമുക്ക് മറ്റൊരു കൊമ്പനെ കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വിവേക, നേരത്തെ ഇവിടെ അഡ്വക്കേറ്റ് രമേശ് മേനോൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ക്ഷയരോഗബാധിതനായ ഒരു ആനയ്ക്ക് ഇത്രയും ദൂരം സഞ്ചരിക്കാൻ പറ്റുമോ? മാത്രമല്ല, ഈ കോളർ ഘടിപ്പിച്ച പശ്ചാത്തലത്തിൽ ഒരു ആനയുടെ വിശദ വിവരങ്ങൾ ഒരുപക്ഷെ കർണാടക വനം വകുപ്പിൻ്റെ കയ്യിലുണ്ടാവും. പക്ഷേ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന്. ഇതെല്ലാം കഴിഞ്ഞിട്ടും 2 ഡോസ് മയക്ക് വെടി കൊടുക്കുന്നു, അത് കഴിഞ്ഞ് ഈ കുങ്കിയാനകളെ കൊണ്ട് തള്ളിക്കയറ്റുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടും മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ തണ്ണീർക്കൊമ്പൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന്. ഇന്നിപ്പോൾ ഇതാ റിപ്പോർട്ട് വന്നപ്പോൾ പറയുന്നു ആനയ്ക്ക് ഒരുവിധ എല്ലാ അസുഖങ്ങളും ഉണ്ട് എന്നാണ്. അപ്പോൾ ഇത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും? ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് തള്ളി പറയുന്നൊന്നുമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെല്ലാം കറക്റ്റ് ആയിരിക്കും. പക്ഷെ അതിൽ പറയുന്ന കാരണങ്ങളൊന്നും ആനയുടെ മരണത്തിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇപ്പൊ TBയുടെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിലുള്ള എല്ലാ നാട്ടാനകൾക്കും TBയും ബ്ലൈൻഡും ഫുഡ് ഡിസീസും എല്ലാം ഉള്ളതാണ്. അവരൊന്നും മരിക്കുന്നില്ലല്ലോ, എല്ലാം ജീവനോടെ പൂരപ്പറമ്പുകളിൽ നടക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു മരണകാരനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പിന്നെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയം നിൽക്കുമ്പോഴാണല്ലോ ഏതൊരു മനുഷ്യനും ജീവിയും മരിക്കുന്നത്. ഹൃദയം എന്നാണ് നിൽക്കുന്നത് ആരും അപ്പൊ മരിക്കുകയാണ്. അപ്പൊ ഹൃദയം നിൽക്കാനുണ്ടായ കാരണം എന്താണെന്നുള്ളതാണ്. TB ഹൃദയം നിൽക്കാനുള്ള കാരണമല്ല. പിന്നെ ബ്ലഡിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഹൃദയം നിൽക്കേണ്ട കാര്യമില്ല. അപ്പൊ അതിന് ഷൂട്ട് ചെയ്ത സമയത്ത് ആ ഷോട്ട് ലഭിച്ച സമയത്തുള്ള ആ ഒരു ഓവർ സഡേഷനും അതിലുണ്ടായിട്ടുള്ള ഒരു ഫിസിക്കൽ ചേഞ്ചസും കൊണ്ട് ഉണ്ടായിട്ടുള്ള ഷോക്കിലാണ് ആന ഡെത്ത് ആയിരിക്കുന്നത്. അല്ലാതെ TB വന്നതുകൊണ്ടോ അതിന്റെ കാലിലെ മുഴ പൊട്ടിയത് കൊണ്ടോ സ്വകാര്യ ഭാഗത്തുള്ള പഴുപ്പോ ഒന്നുമല്ല മരണം. അതായിരിക്കാം. അതുണ്ടെങ്കിലും ആന വർഷങ്ങളോളം ഇനിയും ജീവിക്കും. ചിലപ്പോൾ പഴുപ്പ് ഉണ്ടായാലും അത് ആനയ്ക്ക് തന്നെ ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡിലാണ്. മറ്റേ സ്വകാര്യ ഭാഗത്തെ അറിയില്ല, അത് ക്യാപ്ചർ ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ടതായിരിക്കും. എന്നാലും ഇത് 2 പ്രാവശ്യം ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ള ഒരു കാര്യങ്ങളും അറിയാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണല്ലോ. കർണാടകയ്ക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല, കേരള ഫോറസ്റ്റിനും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. പിന്നെ അതിന് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ അവിടെ ഉണ്ട് എന്ന് പറയുന്നു, പക്ഷെ ഡയറക്ട് ചെയ്തത് ബയോളജിസ്റ്റ് ആണ്. സോ ഡോക്ടർ പറയുന്നത് ബയോളജിസ്റ്റ് ഡയറക്ട് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്നു. ഇപ്പോ നമ്മുടെ സാധാരണ വെറ്റിനറി ഹോസ്പിറ്റലുകളിൽ പോലും വെറ്റിനറി സർജൻ ആണ് IV ഫ്ലൂയിഡ് എല്ലാം കൊടുക്കുന്നത്. അല്ലെങ്കിൽ പാരാവെറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള പാരാവെറ്റ് IV കൊടുക്കുന്നുണ്ടായിരിക്കും. എന്നാൽ പോലും സഡേഷൻ ഒരു ആനിമലിന് സർജറിക്ക് മുമ്പ് സഡേഷൻ ഒരിക്കലും പാരാവെറ്റ് കൊടുക്കില്ല. അത് ഡോക്ടർ തന്നെയാണ് കൊടുക്കുന്നത്. വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പാരാവെറ്റ് കൊണ്ടുവന്ന് ഡോക്ടർ കാൽക്കുലേറ്റ് ചെയ്ത് ഡോക്ടർ തന്നെയാണ് ഇൻജെക്ട് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടും ഇത് ഊതി വിടുക എന്ന് പറഞ്ഞാൽ അതിനെ വെറുതെ ഊതി വിടല്ല, അത് ഒരു മരുന്നാണല്ലോ, ഹെവിലി ഡോസേജ് ഉള്ള മരുന്നാണ് ഈ കയറ്റി വിടുന്നത്. അപ്പൊ അതിനുള്ള ഇംപ്രഷനും അത് സ്കിന്നിലാണോ വരുന്നത്, മസിലിലാണോ, അത് ബ്ലഡ് സ്ട്രീമിലോട്ട് ഡയറക്റ്റ് ആണോ ഇൻജെക്ട് ആവുന്നത് എന്നുള്ളതൊക്കെ അതിന്റെ പ്രഷറിനനുസരിച്ചിരിക്കും. അപ്പൊ അതൊരു വെറും ഒരു ബയോളജിസ്റ്റ് വെറ്റിനറി സയൻസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു മനുഷ്യൻ അത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് വയലേഷൻ ഓഫ് SOP ആണ്. ഡോക്ടർ അവിടെ നിന്ന് കാഴ്ച കണ്ടിട്ട് കാര്യമില്ല. ഡോക്ടർക്ക് അത് ചെയ്യാനാണ് ഗവൺമെന്റ് ശമ്പളം കൊടുത്ത് അവിടെ നിർത്തിയിരിക്കുന്നത്. വെറ്റിനറി സർജൻ ഓഫ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ചെറിയ പോസ്റ്റ് ഒന്നും അല്ലല്ലോ. അവർ അത്രയും ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് അവർ ബാധ്യസ്ഥരാണ്. ഇതുപോലെ ഒരുപാട് സമയത്ത് ഇതുപോലെ ബയോളജിസ്റ്റുകൾ വെടിവെച്ചിട്ടായിരിക്കും അപ്പൊ ഈ ഡെത്ത് ആയിട്ടുള്ള എല്ലാ അനിമൽസും. കരടി ഡെത്ത് ആയത് പിന്നെ ഡോക്ടർ തന്നെയാണ് ചെയ്തത്. ഡോക്ടർ കൗണ്ടർ അഫിഡവിറ്റ് ഒക്കെ ഫയൽ ചെയ്തിട്ടും നമുക്കത് ചാലഞ്ച് ചെയ്യാൻ പറ്റിയില്ല അത് കോടതിയിൽ. കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയാണ് വി ആർ വെരി മച്ച് കേപ്പബിൾ. സോ വെരി മച്ച് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത്രയും ആനിമൽസിനെ സേവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ
പിന്നെ എന്തിനാണ് കാപ്പബിൾ ആയിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നിപ്പോ കൗണ്ടർ അഫിഡവിറ്റ് ബ്രൂണോ ബെഞ്ചിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ വളരെ കൃത്യമായിട്ട് വയലേഷൻസ് SOP 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. അത് എന്തായാലും വരും ദിവസങ്ങളിൽ അതിന് ഹിയറിംഗ് ഉണ്ടായിരിക്കും. അതിന് നല്ലൊരു ഓർഡറും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഈ TB ഒന്നും ഒരിക്കലും മരണകാരനായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരു നാട്ടാനുഭവം കേരളത്തിൽ ഉണ്ടാവില്ലായിരിക്കും. രാജേഷ് വടക്കന്തറ, എന്താണ് താങ്കളുടെ അനുമാനം? രാജേഷ്, ഈ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കയറ്റി വിടുക, അങ്ങനെ ഒരു അജണ്ട ഇവിടുത്തെ വനം വകുപ്പിന് ഉണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടതുണ്ടോ? പെട്ടെന്ന് പരിശോധനകളൊന്നും നടത്താതെ ആനയെ എത്രയും പെട്ടെന്ന് അതിർത്തി കടത്തി വിടുക, ആ ഒരു ദൗത്യം നടപ്പിലാക്കി. അതിൽ ചില പാളിച്ചകളൊക്കെ സംഭവിച്ചു, പിഴവുകളുണ്ടായി. അങ്ങനെയാണോ കാണേണ്ടത്? ട്രാങ്ക്ലൈസേഷൻ എപ്പോഴാണ് ആവശ്യം വരുന്നത്? പറഞ്ഞോളൂ. ട്രാങ്ക്ലൈസേഷൻ എന്ന രീതി എപ്പോഴാണ് ആവശ്യം വരുന്നത്? അനിമൽ പ്രൊവക്കേറ്റീവ് ആവുന്ന ബിഹേവിയർ കാണിക്കുന്ന സയൻസിൽ മാത്രമേ നമ്മൾ ആ ഒരു സിംറ്റം കാണിക്കുമ്പോഴാണ് നമ്മൾ ട്രാങ്ക്ലൈസേഷനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതിന് ബിഫോർ ആയിട്ട് എന്തിനാ ട്രാങ്ക്ലൈസേഷൻ നമ്മൾ തീരുമാനമെടുക്കുന്നത്? ഇപ്പൊ കരടിയുടെ കാര്യത്തിലാണെങ്കിലും പുള്ളിപ്പുലിയുടെ കാര്യത്തിലാണെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് മയക്കുവെടി, ഇത് അരിക്കൊമ്പൻ സക്സസ് ആയതിനു ശേഷം എല്ലാം ഇപ്പൊ മയക്കുവെടി എന്നുള്ള ഇതിലേക്ക് പോവുകയാണ്. ആ കാണുമ്പോൾ ഹ്യൂമൻ ആസ്പെക്ട് ഒരു പ്രധാനപ്പെട്ട ഘടകമാണെങ്കിൽ പോലും നമ്മൾ അനിമലെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ അനിമലിനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അവിടെയുണ്ട്. മാനന്തവാടി ടൗണിന് 7 കിലോമീറ്ററിൽ കോർ ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോകുന്ന ഏരിയ. ആന ഒരിക്കലും സ്ട്രേഞ്ച് ഹാബിറ്റാറ്റിൽ നിൽക്കില്ല. ഒരു വൈൽഡ് അനിമൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ സെൻസിറ്റീവ് ആയിട്ട് ആനയ്ക്ക് തീർച്ചയായിട്ടും അറിയാം. എന്തിനാണ് ട്രാങ്ക്ലൈസേഷൻ ഇമീഡിയറ്റ് ആയിട്ട് എടുത്തത്? ഒരു 144 ഡിക്ലെയർ ഇത്രയും പെട്ടെന്ന് ഒരു ട്രാങ്ക്ലൈസേഷൻ ഡിസിഷൻ ഒരിക്കലും ആവശ്യമില്ലാത്തതായിരുന്നു. വെയിറ്റ് ചെയ്യാമായിരുന്നു. RRTന്റെ അവിടെ വൈൽഡ് ലൈഫ് എക്സ്പേർട്സ് ഉണ്ട്, അവർക്കറിയാം ആന എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ഇവരൊന്നും ആനയെ കുറിച്ച് അറിയാത്തവരൊന്നല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ദിവസം വെയിറ്റ് ചെയ്യും. കല്ലടിക്കോട് മലയിൽ നിന്ന് ഒറ്റപ്പാലത്ത് പോയി പുഴയെ കടന്ന് 3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് കല്ലടിക്കോട് മലയെത്തി ആനകൾ പാലക്കാടുണ്ട്. ഒരു ട്രാങ്ക്ലൈസേഷൻ നടന്നിട്ടില്ല, ഒന്നും. അന്ന് ജയകുമാറിന്റെ ഡ്രൈവർ തിരുവനന്തപുരത്തുള്ള അരുൾ, അദ്ദേഹമാണ് ഒറ്റയ്ക്കാണ് ഡ്രൈവ് ഔട്ട് ചെയ്ത് കല്ലടിക്കോട് മലയിൽ തിരിച്ചെത്തിച്ച ആനകൾ. ഇത് എനിക്കിവിടെ അനുഭവമുള്ളത്. അങ്ങനെ കോങ്ങാട്ട് ടൗണിൽ പാലക്കാട് ഒലക്കോട് റെയിൽവേ സ്റ്റേഷന്റെ യാർഡിൽ ആനകൾ, കാട്ടാനകൾ ഇവിടെയൊക്കെ വന്ന് ഒരാളും ഇവിടെ പ്രൊവക്കേറ്റീവ് സയൻസ് ഉണ്ടാക്കിയിട്ടില്ല, ട്രാങ്ക്ലൈസേഷൻ തീരുമാനം എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ഹ്യൂമൻ മൈലേജിന് വേണ്ടി പെട്ടെന്ന് ഒരു ട്രാങ്ക്ലൈസേഷൻ തീരുമാനം എടുക്കുന്നത്? ബാക്കി എല്ലാം അവിടെ നിൽക്കട്ടെ, ബാക്കി എക്സ്പേർട്സ് പറയുന്നത് എല്ലാം അവിടെ നിന്നോട്ടെ, അതൊക്കെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. പക്ഷേ ഈ ട്രാങ്ക്ലൈസേഷൻ എല്ലാറ്റിനും ഇപ്പൊ ട്രാങ്ക്ലൈസേഷൻ ആണ് ഇമീഡിയറ്റ് ആയിട്ടൊരു തീരുമാനം. അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് ഒരിക്കലും. അത് അരിക്കൊമ്പന്റെ കാര്യത്തിൽ ഇപ്പൊ എല്ലാം മയക്കുവെടി ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. അത് വളരെ തെറ്റായ ഒരു ഡിസിഷനാണ്. അനിമലിന്റെ വെയിറ്റോ അനിമലിന്റെ സിംറ്റം ഇതൊക്കെ അവിടെ നിന്നോട്ടെ. ട്രാങ്ക്ലൈസേഷൻ ഒരു വളരെ അപകടം പിടിച്ചൊരു കാര്യമാണെന്ന് എല്ലാ എക്സ്പേർട്സിനും അറിയാം. അത് വളരെ അപകടമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഇമീഡിയറ്റ് ആയിട്ട് ഇങ്ങനെ തീരുമാനം എടുക്കുന്നു, 144 ഡിക്ലെയർ ചെയ്യുന്നു. അത് വളരെ ഖേദകരമായി പോയി എടുത്ത ഹ്യൂമൻ മൈലേജിന് വേണ്ടി ഇനിയെങ്കിലും ഒരിക്കലും ചെയ്യരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആനകൾ എന്തുകൊണ്ട് കാട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, അല്ല മറ്റുള്ള വന്യജീവികൾ എന്തുകൊണ്ട് കാട്ടുന്നത്? KFR പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അധിനിവേശ സസ്യങ്ങൾ ഒരുപാട് കാട്ടിൽ വളരുന്നുണ്ട്, ഫുഡ് സ്കേസിറ്റി വരുന്നുണ്ട്. അതുകൊണ്ട് ആനകൾക്കും മറ്റുള്ള മൃഗങ്ങൾക്കും അവിടെ നിൽക്കാൻ പറ്റുന്ന ഭക്ഷ്യ ഇത് വരുന്നുണ്ട്, ഫുഡ് സ്കേസിറ്റി വരുന്നുണ്ടെന്നുള്ള പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. സജീവൻ ഡോക്ടർ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല, ഒന്നും ചിന്തിക്കുന്നില്ല. ആനകൾ വന്ന ഉടനെ മയക്കുവെടി വെക്കണം, അല്ലെങ്കിൽ കരടി വന്നാലും മയക്കുവെടി വെക്കണം. ഹ്യൂമൻ മൈലേജ് ആണ് നമ്മൾ കാണുന്നത്. ഇത് വളരെ ഒരു ഖേദകരമായി പോയി എന്നല്ലാതെ കൂടുതൽ എനിക്കിപ്പോ പറയാൻ